നമസ്കാരം. നമ്മുടെ രാജ്യത്തേക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്തിയതോടെ പാകിസ്ഥാന് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് വേണമല്ലോ അല്ലെ? അതിനുവേണ്ടി അരുണാചൽ പ്രദേശ് വിഷയം വീണ്ടും എടുത്തിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇത്തവണയും പാകിസ്ഥാൻ ആവർത്തിച്ച് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്ഥാനമായിട്ടുള്ള അരുണാചൽ പ്രദേശ് ചൈനയുടെ സ്ഥലം ആണ് എന്നാണ്. ആര് വിശ്വസിക്കാനാണല്ലേ ഇങ്ങനെ പറഞ്ഞാൽ? ഇപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിന്റെ കാരണം എന്താണ്? എന്തിനു വേണ്ടിയാണ് പാകിസ്ഥാൻ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്? നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ചൈനയുടെ അരുണാചൽ പ്രദേശിന്മേലുള്ള അവകാശവാദത്തെ പാകിസ്ഥാൻ വീണ്ടും തത്തേ പോലെ ആവർത്തിച്ച് പ്രസ്താവിച്ചതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് വളരെ വ്യക്തമാണ് അല്ലെ? അത് ഇന്ത്യയോടുള്ള അസൂയയും ശത്രുതയും തീർക്കുക എന്നത് മാത്രമാണ്. ഇന്ത്യയിലേക്ക് നിർണായകമായ വിദേശ പ്രതിനിധികൾ എത്തുന്ന സമയത്ത് തന്നെ ഇത്തരം ഒരു പ്രസ്താവന നടത്തി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. എന്നാൽ പാകിസ്ഥാന്റെ ഈ വില കുറഞ്ഞ തന്ത്രം ഒരിക്കലും വിലപ്പോവില്ലെന്ന് രാജ്യം ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ഈ യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്യാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ല. സ്വന്തമായി ശക്തമായ നിലപാടുകളില്ലാതെ മറ്റൊരു രാജ്യത്തിന്റെ വിദേശകാര്യ നയങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന പാകിസ്ഥാൻ തങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നത്. ഇന്ത്യയുടെ പരമാധികാരത്തെ ദുർബലപ്പെടുത്താൻ നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ വിദേശ സന്ദർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ശ്രദ്ധ തിരിക്കാനുള്ള പാകിസ്ഥാന്റെ അവസരവാദപരമായ നീക്കം മാത്രമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ കരുത്തനായ ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ ഇത്തരം തരംതാണ തന്ത്രങ്ങളിൽ വീഴാൻ പോകുന്നില്ല. ഇന്ത്യയുടെ വികസന കുതിപ്പിനെയും നയതന്ത്രപരമായ പക്വതയെയും തകർക്കാൻ പാകിസ്ഥാൻ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും അതിന്റെ പോരാട്ട വീരത്തെ തകർക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന വളർച്ചയുടെയും സ്ഥിരതയുടെയും പാതയിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ പാകിസ്ഥാൻ നടത്തുന്ന ഈ നിരാശാജനകമായ ശ്രമങ്ങൾ ഇന്ത്യൻ ജനത തള്ളിക്കളയുക തന്നെയാണ് ചെയ്യുന്നത്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന സത്യം ഊട്ടി ഉറപ്പിച്ചുകൊണ്ടും ഈ വിഷയത്തിൽ ചൈനയും പാകിസ്ഥാനും സ്വീകരിക്കുന്ന നിലപാടുകളുടെ ചരിത്രപരമായ വസ്തുതകൾ വിശദീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും ഇടമില്ല അല്ലെ? പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയുടെ നിലപാടിനെ ആവർത്തിച്ച് പിന്തുണയ്ക്കുന്നത് തീർത്തും രാഷ്ട്രീയ പ്രേരിതവും ഇന്ത്യയോടുള്ള ശത്രുതാ മനോഭാവത്തിൽ നിന്ന് ഉടലെടുത്ത സമീപനവും തന്നെയാണ്. ഈ പ്രസ്താവനകൾക്ക് ചരിത്രപരമായോ നിയമപരമായോ ഒരു അടിസ്ഥാനവും ഇല്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ. ചരിത്രപരമായ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണെങ്കിൽ മക്മോഹൻ രേഖ ആണ് ഇതിനെക്കുറിച്ചാണ് പറയേണ്ടത്. അരുണാചൽ പ്രദേശിന്റെ കാര്യത്തിൽ ചൈനയുമായി ഇന്ത്യക്ക് തർക്കമുള്ളത് ഈ രേഖയിലാണ്. 1914 സിംല കൺവെൻഷൻ അംഗീകരിച്ച മക്മോഹൻ രേഖയുടെ പേരിലാണ് ഈ തർക്കം. അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയും ടിബറ്റും തമ്മിൽ സ്ഥാപിച്ച ഈ അതിർത്തി രേഖയാണ് ഇന്ത്യ അന്താരാഷ്ട്ര അതിർത്തിയായിട്ട് ഇന്നും കണക്ക് കൂട്ടുന്നത്. എന്നാൽ ടിബറ്റിന് ഒരു സ്വതന്ത്ര രാജ്യമായി കരാറിൽ ഏർപ്പെടാൻ അവകാശമില്ലെന്ന് വാദിച്ചുകൊണ്ട് ചൈന ഈ രേഖ അംഗീകരിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ചൈന അരുണാചൽ പ്രദേശിന്റെ ഭൂരിഭാഗത്തെയും തങ്ങളുടെ തെക്കൻ ടിബറ്റിന്റെ ഭാഗമായിട്ടുള്ള സംഗ്നാൻ എന്നാണ് വിളിക്കുന്നത് പോലും. 1962 ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് ചൈന ഈ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറിയെങ്കിലും പിന്നീട് പിൻവാങ്ങുകയാണ് ഉണ്ടായത്. എങ്കിലും ഈ അതിർത്തി തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് സത്യവുമാണ്. പാകിസ്ഥാന്റെ നിലപാടിലെ വൈരുദ്ധ്യം അരുണാചൽ പ്രദേശിന്റെ വിഷയത്തിൽ പാകിസ്ഥാൻ ചൈനയ്ക്ക് നൽകുന്ന പിന്തുണ തികച്ചും ഇരട്ടത്താപ്പാണ് എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ചരിത്രപരമായി ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് മാത്രമല്ല. കശ്മീരിന്റെ ഭാഗമായ അക്സായ് ചിൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ചൈനയുടെ കൈവശം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. 1963 പാകിസ്ഥാൻ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കശ്മീരിന്റെ ഒരു ഭാഗമായ ഷക്സംഗാം താഴ്വര ചൈനയ്ക്ക് കൈമാറുകയാണ് ഉണ്ടായത്. ഇത് ഇന്ത്യയുടെ പരമാധികാരത്തെ ലംഘിക്കുന്ന ഒരു നടപടിയായിരുന്നു എന്നതിലും സംശയമില്ല. സ്വയം ഒരു തർക്കഭൂമി അതായത് കശ്മീർ കൈവശം വെക്കുകയും അതേസമയം തന്നെ ഇന്ത്യയുടെ പരമാധികാര മേഖലകളിൽ ചൈനയുടെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് പാകിസ്ഥാന്റെ ഇന്ത്യ വിരുദ്ധ നയതന്ത്രത്തിന്റെ ഭാഗം മാത്രമാണ്. ഇന്ത്യയെ അന്താരാഷ്ട്ര വേദികളിൽ പ്രതിരോധത്തിലാക്കാനും ചൈനയുടെ പ്രീതി നേടാനുമുള്ള ഒരു ഉപകരണം മാത്രമാണ് ഈ വിഷയത്തിൽ പാകിസ്ഥാന്റെ ഈ പ്രസ്താവനകൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു സ്വാധീനവും ചെലുത്താൻ പോകുന്നില്ല. കാരണം അരുണാചൽ പ്രദേശ് ഭരണപരമായും രാഷ്ട്രീയപരമായും പൂർണ്ണമായും ഇന്ത്യയുടെ മാത്രം ഭാഗമാണ്. ഇന്ത്യ ശക്തമായ നയതന്ത്രത്തിലൂടെ ഈ അതിർത്തി തർക്കങ്ങളെ നേരിടാൻ പ്രതിജ്ഞാബദ്ധവുമാണ്. സുഹൃത്ത് രാജ്യങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ഈ ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വില പോവില്ല എന്ന കാര്യത്തിൽ ഇന്ത്യക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുമുണ്ട്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാനും ചൈനയും ചേർന്ന് ഒരു സംയുക്ത നീക്കം നടത്തുന്നു എന്ന് പറയുന്നതിൽ ഇവിടെ കാര്യമുണ്ട്.
ഈ നീക്കം സൈനികമായി നേരിട്ടുള്ള ആക്രമണം അല്ലെങ്കിൽ പോലും നയതന്ത്രപരവും ഭൗമരാഷ്ട്രീയപരവുമായ വെല്ലുവിളികൾ ഇന്ത്യക്ക് നിരന്തരം സൃഷ്ടിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഈ നീക്കം ഇപ്പോൾ കൂടുതൽ പ്രകടമായി വരുന്നത് പാകിസ്ഥാൻ അരുണാചൽ പ്രദേശിന്റെ കാര്യത്തിൽ ചൈനയെ പിന്തുണയ്ക്കുന്ന പ്രസ്താവന ആവർത്തിച്ചതിലൂടെയാണ് എന്ന് മാത്രം. പാകിസ്ഥാന്റെ ഈ നിലപാട് കേവലം പ്രസ്താവനകൾക്കപ്പുറം ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാനുള്ള ചൈന പാകിസ്ഥാൻ കൂട്ടുകെട്ടിന്റെ തന്ത്രപരമായ നീക്കമാണ്. ചൈനയും ഇന്ത്യയും തമ്മിൽ അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന കിഴക്കൻ മേഖലയിൽ, അതായത് അരുണാചൽ പ്രദേശിൽ പാകിസ്ഥാൻ ചൈനയുടെ വാദത്തെ പിന്തുണയ്ക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് മുന്നണികളിൽ നിന്നുള്ള, അതായത് വടക്കും പടിഞ്ഞാറുമുള്ള നയതന്ത്ര സമ്മർദ്ദമായിട്ടാണ് മാറുന്നത്. പാകിസ്ഥാൻ ചരിത്രപരമായി തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കശ്മീരിന്റെ ഭാഗം, അതായത് ഷാക്സ്ഗാം താഴ്വര ചൈനയ്ക്ക് കൈമാറിയ നടപടി ഇതിനു മുൻപ് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാൻ ചൈനയുടെ സാമ്പത്തിക സഹായത്തെയും അതുപോലെ തന്നെ സൈനിക പിന്തുണയെയും വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയുടെ വിദേശ നയങ്ങൾക്കും നിലപാടുകൾക്കും അനുകൂലമായി നിലകൊള്ളാൻ പാകിസ്ഥാൻ ബാധ്യസ്ഥരുമാണ്. ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഈ കൂട്ടുകെട്ട് ഉയർത്തുന്ന വെല്ലുവിളി വളരെ വലുത് തന്നെയാണ്. ചൈന പാകിസ്ഥാനിൽ നടത്തുന്ന ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, അതായത് CPEC പദ്ധതി ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ പോലുള്ള തർക്ക പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. ഒരു വശത്ത് പാകിസ്ഥാൻ അതിർത്തിയിലെ ഭീകരവാദ പിന്തുണയും മറുവശത്ത് ചൈനയുടെ അതിർത്തി കടന്നുകയറ്റ ശ്രമങ്ങളും ഇന്ത്യക്ക് ഇരട്ട വെല്ലുവിളിയാണ് നൽകുന്നത്. എങ്കിലും ഈ വെല്ലുവിളികളെ സൈനികമായും അതുപോലെ തന്നെ നയതന്ത്രപരമായും നേരിടാൻ ഇന്ത്യ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും സംയുക്ത നീക്കങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തെയും പ്രതിരോധ തന്ത്രങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് എങ്കിലും ഇന്ത്യയുടെ പരമാധികാര നിലപാടിൽ യാതൊരുവിധ മാറ്റവും നമുക്ക് കാണാൻ കഴിയില്ല. കശ്മീർ വിഷയം പോലെ തന്നെ അരുണാചൽ പ്രദേശിനെ കുറിച്ചുള്ള ഈ വാദവും പാകിസ്ഥാൻ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിലെ പ്രധാന ലക്ഷ്യം നിലവിൽ ഇന്ത്യയുമായിട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ നീക്കത്തിലൂടെ പാകിസ്ഥാൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ശ്രദ്ധ തിരിക്കുക എന്ന കാര്യം തന്നെയാണ്. അതായത് ഇന്ത്യയുടെ ശ്രദ്ധ തന്ത്രപ്രധാനമായ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് വടക്ക് കിഴക്കൻ അതിർത്തിയിലേക്ക് മാറ്റാൻ നിർബന്ധിക്കുക. ഇതോടെ ഇന്ത്യക്ക് ഒരേ സമയം രണ്ട് വലിയ പ്രശ്നങ്ങളിൽ ഊർജം ചെലവഴിക്കേണ്ട ഒരവസ്ഥ വരുമല്ലോ. രണ്ടാമതായി ചൈനയുമായുള്ള സൗഹൃദം ശക്തമാക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വേണ്ടി ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിഷയത്തിൽ ചൈനയ്ക്ക് പരസ്യമായ നയതന്ത്ര പിന്തുണ നൽകുക എന്ന കാര്യമാണ്. ചൈനയിൽ നിന്നുള്ള സാമ്പത്തിക സൈനിക സഹായം ഉറപ്പാക്കാൻ പാകിസ്ഥാന് ഇത് അത്യാവശ്യവുമാണ് കേട്ടോ. കൂടാതെ നിർണായകമായ അന്താരാഷ്ട്ര വേദികളിലോ വിദേശ രാജ്യങ്ങളുമായുള്ള ചർച്ചകളിലോ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുക എന്നതും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം തന്നെ. ഇന്ത്യയുടെ അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കപ്പെടാത്തവയാണെന്ന് ലോകത്തിന് മുന്നിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ. അവസാനമായി പറയട്ടെ, ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ രാഷ്ട്രീയവും നയതന്ത്രപരവുമായ അസ്ഥിരത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ ഇവിടെ ചെയ്യുന്നത്. കശ്മീർ വിഷയം നിലനിർത്തുന്നതിലൂടെയും അതുപോലെ തന്നെ പടിഞ്ഞാറൻ ഭാഗത്തും ഇപ്പോൾ അരുണാചൽ വിഷയം ഉയർത്തിക്കൊണ്ട് വടക്ക് കിഴക്കൻ ഭാഗത്തും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ, അതായത് മനഃപൂർവ്വം വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് അവർ. കശ്മീർ വിഷയത്തിൽ വർഷങ്ങളായി പാകിസ്ഥാൻ തുടരുന്ന നിലപാട് പോലെ തന്നെ അരുണാചൽ വിഷയത്തെയും ഒരു അന്താരാഷ്ട്ര തർക്കമായി നിലനിർത്തുക എന്നത് ഇരു രാജ്യങ്ങളുടെയും, അതായത് ചൈനയുടെയും പാകിസ്ഥാന്റെയും പൊതുവായ താല്പര്യവുമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ട വെല്ലുവിളിയായി മാറുന്നു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.